എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. വാട്സപ്പ് നമ്പറും കൂടെയാണ്. ഫോൺ വിളിച്ചെടുക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി അറിയിക്കുക. അത് നോക്കി പരിഹരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. നമ്മുടെ വീട്ടിൽ കടബാധ്യതകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി, ദാരിദ്ര്യദുഃഖം മാറാൻ വേണ്ടി ഈ ഒരു കാര്യം നിത്യം ചെയ്യുവാണെങ്കിൽ, ഏകദേശം ഒരു 5 ദിവസം ചെയ്യുവാണെങ്കിൽ സാമ്പത്തികപരമായി നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ എന്താ കാര്യമെന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ പൂജാമുറിയിലൊക്കെ നിത്യം വിളക്ക് വെക്കുന്ന ഭക്തജനങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ ഈ വിളക്ക് വെക്കുന്ന സമയത്ത് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച, ഒരു ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു 2 ദിവസമാണ് ചൊവ്വ വെള്ളി. എല്ലാ ദിവസവും പ്രാധാന്യം തന്നെയാണ്, പക്ഷേ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവിമാരുടെ ദിവസമാണ്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിനും മറ്റുള്ള പൂജാതി കാര്യങ്ങൾക്കും നമ്മൾ ലക്ഷ്മി ദേവി ആരാധിക്കുന്ന ഒരു ദിവസം കൂടെയാണ് വെള്ളിയും ചൊവ്വയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നമ്മുടെ വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കാനും നമുക്ക് നിത്യം ഐശ്വര്യങ്ങളും കാര്യങ്ങളും, അതായത് വീട്ടിൽ ഒരു ഗ്രഹനാഥന് ജോലിയുണ്ട്, 10-15 രൂപ ഇല്ലെങ്കിൽ 15 രൂപ സാലറിയാണ്, കടബാധ്യതകൾ, വീട്ടിൽ വഴക്കുകൾ, നെഗറ്റീവ് എനർജി, ആരോഗ്യ പ്രശ്നങ്ങൾ, വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നശിഞ്ഞു പോവുക, ഇല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുക, കുടുംബത്തിൽ ശാന്തി സമാധാനം. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറാൻ വേണ്ടി, കടബാധകളൊക്കെ മാറാൻ വേണ്ടി വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ പൂജാമുറിയിൽ നിത്യം വിളക്ക് വെളുക്കുന്ന ഭക്തജനങ്ങളാണ് കഴിവതും ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ചോ കത്തിക്കുക. അപ്പോൾ എല്ലാവരും ഒരു ചോദ്യം ഉണ്ട്, നെയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. വിലയുടെ കാര്യം നോക്കണ്ട, ഒരു 10 മിനിറ്റ് കത്തിച്ചാലും മതി, 5 മിനിറ്റ് കത്തിച്ചാലും നമുക്ക് പോസിറ്റീവ് എനർജി തന്നെയാണ് അല്ലേ. ഇല്ലെങ്കിൽ വിളക്ക് 1 മണിക്കൂർ കത്തിച്ചുകൊണ്ടെന്ന് നിയമമൊന്നുമില്ല. നമ്മുടെ വിശ്വാസപ്രകാരം 10 മിനിറ്റോ ഇല്ലെങ്കിൽ 5 മിനിറ്റോ കത്തിച്ച് ആ വിളക്ക് കടത്തി വെക്കാം. അതിനുശേഷം നെയ്യ് ഉപയോഗിച്ച് കത്തിക്കുക. ഒന്നെങ്കിൽ 5 തിരി ഇട്ട് കത്തിക്കുക, ഒന്നെങ്കിൽ 2 തിരി കിഴക്ക് പടിഞ്ഞാറിട്ട് കത്തിക്കുക. അപ്പോൾ പൂജാമുറി കത്തിക്കുക. ആ മുറി ഒരു പോസിറ്റീവ് എനർജിയും ഈശ്വരാനുഗ്രഹം കൂടി നമുക്ക് എല്ലാവിധ കാര്യങ്ങളും ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച വീടുകളിൽ നമുക്ക് കുന്തിരിക്കാൻ പോയിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. കടബാധ്യതകളും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി, ബാധാദുരിതങ്ങൾ, ശത്രു തടസ്സങ്ങൾ, അയൽക്കാരുടെ കൺദൃഷ്ടിയൊക്കെ മാറാൻ വേണ്ടി കുന്തിരിക്കത്തിൻ്റെ പുക വളരെയധികം ഉത്തമമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം അമ്മമാർ ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മിറ്റം തൂക്കുന്ന ഒരു സമയമുണ്ടല്ലോ, മിറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞ് പെരക്കമൊക്കെ തൂത്ത് കഴിഞ്ഞ് നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി എടുക്കുക. ഈ മഞ്ഞപ്പൊടി എടുത്തതിന് ശേഷം നല്ലതുപോലെ നമ്മളൊന്ന് കലക്കുക, മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം കിഴക്കോട്ട്, അതായത് ഒരു മൊന്തയ്ക്കകത്തോ കപ്പിനകത്തോ ചെയ്തിട്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ സൂര്യദേവനോടൊന്ന് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയോടും ഒന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് ഈ മഞ്ഞൾ ഈ മഞ്ഞൾ കലക്കിയ വെള്ളം നമ്മുടെ വീടിൻ്റെ വാതിക്കലും വീടിൻ്റെ പരിസരത്തും എല്ലാം കൂടെ ഒന്ന് തളിച്ച് നീക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദേവിയുടെ കടാക്ഷവും അതേപോലെ തന്നെ നമ്മൾ ഇത് തൊഴുത് പിടിച്ച്, അതായത് മഞ്ഞൾ ഏന്തിയ വെള്ളം, അതായത് മഞ്ഞൾ എടുത്ത വെള്ളം നമ്മൾ തൊഴുത് പിടിച്ചാണ്, നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാണ് നമ്മളിത് തളിക്കുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വീട്ടിലെ നെഗറ്റീവപരമായിട്ടുള്ള എനർജി, അണുനാശിനികൾ, അതേപോലെ തന്നെ നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ ഉണ്ടാകത്തില്ല. അവിടെ സാമ്പത്തികം ആകർഷിക്കും. അതായത് ആ വീട്ടിലെ ആരാണോ ജോലിക്ക് പോകുന്നത് അവർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകാതെ സാമ്പത്തിക ലാഭമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതായത് കടബാധ്യതകൾ കുറഞ്ഞു കിട്ടും. അനാവശ്യമായ വീട്ടിൽ വഴക്കുകൾ ഉണ്ടാകത്തില്ല. വീട്ടിലെപ്പോഴും നല്ലൊരു അന്തരീക്ഷമായിരിക്കും. ഈശ്വരാനുഗ്രഹം, നമുക്ക് നമ്മുടെ വീട് എപ്പോഴും ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള ഒരു എനർജി പോലെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. തീർച്ചയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. വിശ്വാസം സങ്കല്പിച്ച്, അതായത് വീണ്ടും ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, മഞ്ഞൾ കലക്കിയ വെള്ളം കുളി കഴിഞ്ഞതിന് ശേഷം സൂര്യഭഗവാനോട് നല്ലപോലെ പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മുടെ ദുഃഖദുരിതങ്ങൾ ലക്ഷ്മി ദേവിയെ സങ്കല്പിക്കുക. നമ്മുടെ ഈ വലത് കയ്യിലെടുത്ത് നമ്മുടെ ഈ മഞ്ഞളും കലക്കിയ വെള്ളം നമ്മുടെ പെരക്കകത്തും ബെഡ്റൂമിലും അതേപോലെ തന്നെ ഹാളിലൊക്കെ തളിക്കുക. നമ്മൾ ഈ മഞ്ഞൾ കലക്കിയ വെള്ളം പൊടി കൂടിപ്പോട്ട് ഭിത്തിയിലൊക്കെ തളിക്കുമ്പോൾ കറ പിടിച്ച് വൃത്തികേടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ തറയിലൊക്കെ ഒന്ന് ജസ്റ്റ് തളിച്ച് വിട്ടാൽ, നമ്മുടെ പറമ്പിലും ഒക്കെ നമ്മൾ നല്ലപോലെ ഇട്ട് തളിക്കുക. വീട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ തറയിലേക്ക് ഒന്ന് കുടയുക. ഒത്തിരി കുടയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെള്ള ഭിത്തിയൊക്കെ ആണെങ്കിൽ ഭിത്തിയെ പറ്റിപ്പിടിച്ചതൊരു വലിയൊരു മോശമാകും. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക, വിശ്വാസത്തോടു കൂടി ചെയ്യുക. എന്തായാലും വീട്ടിൽ സാമ്പത്തിക പുരോഗതി തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി നിങ്ങളുടെ വീടിന് എന്തെങ്കിലും ദോഷമുണ്ട്, ഇല്ലെങ്കിൽ വീട് പണി നടക്കുന്നില്ല, വീട് സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് വിളിക്കുക. അതിനുള്ള പ്രശ്നങ്ങൾ കവടി വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.